ഹായ്, ചെങ്ങാട്ട് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ എൻ്റെ പൂവൻകുലയാണ്, നാടൻ പൂവൻകുല. ഏകദേശം മൂത്ത് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അതിന് തൊട്ടടുത്തുള്ള പൂവൻകുല ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഴുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നാടൻ പൂവൻകുലയാണ്. നമ്മളിത് വേറൊരു പറമ്പിൽ ഞാൻ കൃഷി ചെയ്യുന്നതാണ്, സ്നേഹിതൻ്റെ പറമ്പാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു വാഴക്കുല വെട്ടി നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ രാവിലെ ജസ്റ്റ് ടെറസിൻ്റെ ഓപ്പൺ ടെറസിൽ കയറി കഴിയുമ്പോൾ അവിടുന്ന് കുറച്ച വെണ്ടയാണ്, അതുപോലെ മേലിൽ തൂക്കി മുളകാണ്, പയർ, ഇത് വഴുതന, ചീര. ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു 10 മിനിറ്റ് രാവിലെയും 10 മിനിറ്റ് വൈകിട്ടും ഓരോ വീട്ടമ്മമാരും അല്ലെങ്കിൽ വീട്ടിൽ കൃഷിയോട് താല്പര്യം ആരെങ്കിലും ഒന്ന് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ധാരാളം പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഈ കടയിൽ പോയിട്ട് വിഷമുള്ള സാധനം വാങ്ങി നമ്മളും കഴിക്കുക, നമ്മുടെ മക്കളും കഴിക്കുക, നമ്മുടെ മാതാപിതാക്കൾക്കും കൊടുക്കുക. അതിനൊന്നും യാതൊരു ആവശ്യമില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ തന്നെ ധാരാളം ഉണ്ടോ എന്തോരം പച്ചമുളക് മേലത്തൂക്കി നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതൊന്ന് 1 മാസം വരെ നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതേപോലെ ഇതുപോലെ ഫ്രിഡ്ജിനകത്ത് നല്ലൊരു പാത്രം പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയ്ക്കകത്ത് നന്നായിട്ട് തുടച്ച് ഏറെ കയറാതെ അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് 1 മാസം നമുക്ക് കേട് വരാതെ ഇതേപോലെ ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. ഇതെന്നെ കണ്ടു ഞാൻ ഭയങ്കരമാണ്. ഇതുണ്ട് വ്യത്യസ്തമായ വഴുതന 1, 2, 3, വേറെ 2 സൈസ് വഴുതന, 4 സൈസ് വഴുതന. വേറെ ഇനി പറിക്കാൻ കിടക്കുവാണ്, അതൊന്നും ഞാൻ പറിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങും. എനിക്കതേ പറയാനുള്ളൂ. ഇതുണ്ടോ എൻ്റെ കുമ്പളം കായ്ച്ചു കിടക്കുന്നത്. ചിലവർ ഇതിന് പറയുന്നത് ഇളവൻ എന്നാണ് പറയുന്നത്. ഇളവൻ എന്ന് പറയും, കുമ്പളം എന്ന് പറയും, അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഇതൊരു ആൺപൂവാണ്. അപ്പോൾ എനിക്കിവിടെ ഒരുപാട് പെൺപൂവൊക്കെ ഉണ്ടായി, പക്ഷേ അതെല്ലാം എനിക്ക് വരാതെ പൊടി പോലെ. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് ഈ പൂ വിരിയുന്ന ഏകദേശം 8 മണിക്കും 11 മണിക്കും ഇടയ്ക്കാണ്. പിന്നെ അതിൽ കുറച്ച് കഴിഞ്ഞാൽ കൂമ്പി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ ഒറ്റപ്പെട്ട സ്ഥലം അതിൻ്റെ അധികം ഈ പരാഗണം നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഇതിൻ്റെ എതിരുകൾ ഇങ്ങനെ നമ്മൾ അടർത്തി കളയുന്നു. ഈ അടർത്തി കളഞ്ഞതിന് ശേഷം ആ പെൺപൂവിലേക്ക് നമ്മൾ ഇതുകൊണ്ട് മുട്ടിച്ച് കൊടുക്കുന്നു. ഇത് അതിൻ്റെ ഇത്തരത്തിലുള്ള പൂമ്പൊടികൾ നമ്മൾ അതിന്മേലേക്ക് ഇടുന്നു. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കിതാ ഇവിടെ ഒരെണ്ണം ഉണ്ടായി. ഇനി ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാമേ. ഇതുണ്ടോ, ഇവിടെ ഓർമ്മയുണ്ടായി. ഈ 2 എനിക്ക് ഉണ്ടായത് തന്നെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ്. ബാക്കി ഒരു 10-15 എണ്ണം ഇതേപോലെ തന്നെ പെൺപൂ വന്നിട്ട് പൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഇത് ചാര കളറായി തുടങ്ങി. ഇനി വലിയ 1-2 മാസം കഴിഞ്ഞാൽ ഇത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യം വിത്തിനുള്ള ഇത് കിട്ടുകയും ചെയ്യും. ഇതാ എൻ്റെ പുതിയ ഒരു കൊല ഞാൻ വെച്ചിരിക്കുന്നു. പൂവനാണ്, നാടൻ പൂവനാണ്. ഒരു 3-4 കായ ഇതുണ്ട്. ഇതൊക്കെ പക്ഷികൾ തിന്നുപോയി. ഞാൻ വെട്ടാൻ മറന്നുപോയി, ആ വഴി പോകാൻ വേണ്ടി മറന്നു പോയതുകൊണ്ടാണ്. 3-4 കായ തിന്നു. എന്നാലും പഴുത്തു തുടങ്ങി. ചെറിയ കൊലയാണ്, എന്നാലും കുഴപ്പമില്ല. ജൈവ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. ഇതുണ്ടോ, ഇതൊക്കെ പക്ഷികൾ തിന്നുപോയത്. ഇതൊക്കെ പക്ഷി തിന്നുപോയത്. എവിടെയാണ് പക്ഷി തിന്നത്? അവർക്കും കഴിക്കണ്ടേ. അവർക്കും ആഹാരം കൊടുക്കാൻ വേണ്ടി നമ്മളും തയ്യാറാണല്ലോ. അപ്പം ഏറ്റവും ഇതേപോലെ എവിടെയെങ്കിലും വീടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇതേപോലത്തൊരു വാഴക്കന്ന് വെക്കുക. ഇപ്പോൾ ആണ് നമ്മൾ നേന്ത്രവാഴ വെക്കാൻ പറ്റിയ സമയം. അപ്പം നേന്ത്രവാഴ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് കുല വെട്ടാൻ പറ്റും, ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വാഴക്കൃഷി നടത്തുന്നതാണെങ്കിൽ ഈ നവംബർ മാസത്തിൽ നേന്ത്രക്കായ വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് നല്ല വില കിട്ടുന്ന സമയമാണ്. ഓക്കേ, അപ്പോൾ ഞാൻ ഇത്രയും നാളുകൾ പറഞ്ഞിരിക്കുന്നത് വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക, അത് നമ്മൾ ഭക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ആനക്കൊമ്പൻ്റെ അവസാന ഭാഗമാണ്. ഇനിയിപ്പോൾ വിത്തിൽ ഒരു കായ വരുന്നുണ്ട്, ഇവിടെ ഒരു കായ വരുന്നുണ്ട്. അപ്പം അപ്പോഴത്തേനും നമുക്ക് പുതിയ തൈകൾ ഇവിടെ കാണിച്ചില്ല. പുതിയ തൈകൾ നമുക്ക് ചോട്ടീനെ ഇതുണ്ടോ, വളരെ ഞാനൊരു പുതിയൊരു വെണ്ട വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ 1, 2, 3, 4, 5 ഇതിൻ്റെ ഇല നോക്കി 6 ഇലയായിട്ടുള്ളൂ. ഈ 6 ഇലയായപ്പോഴത്തേനും 5-6 കായ വന്ന് തുടങ്ങിയിരുന്നു.
അപ്പം എല്ലാവരും നമ്മുടെ വീട്ടിൽ പറ്റുമെങ്കിൽ എല്ലാ വീട്ടമ്മമാരും ജൈവ കൃഷിയിലേക്ക് ഇറങ്ങുക. നമുക്ക് വിഷമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് കഴിക്കാം, നമുക്ക് കഴിക്കാം. അപ്പം അതുകൊണ്ട് മാത്രമല്ല നമുക്ക് സാമ്പത്തിക ലാഭമാണ്. ഈ വിഷമെല്ലാം കഴിച്ചിട്ട് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു അപ്പം നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് കേരളത്തിൽ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക. ആ കൃഷിയിൽ നിന്ന് നമ്മുടെ ആരോഗ്യം, ജൈവ രീതിയിൽ കൃഷി ചെയ്ത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക. ഇതാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എല്ലാവരും വരാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.